ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്താ ഒരു വെറൈറ്റി തരാമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ പ്ലം കേക്ക് ഓൾറെഡി കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വേണ്ടുന്നവർ കണ്ടു നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവേണ്ടിയിരിക്കില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാക്കറ്റ് ജെല്ലി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കവറിന് മേലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻസ് അതൊക്കെ കാണും. പക്ഷേ ഇതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സെറ്റ് കിട്ടണമെങ്കിൽ 1 കപ്പ് മാത്രം മതി. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് സെറ്റാവാൻ വേണ്ടി വെക്കുക. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ള 500 ml. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കസ്റ്റേർഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ലേ, ആ പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. വാനില ഫ്ലേവറുള്ള കസ്റ്റേർഡ് പൗഡർ ചേർക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇത് നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ച പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ചൂടായി വരുന്ന തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ വേഗം തന്നെ കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ. തുള്ളി വെള്ളം പോലെ ആക്കണ്ട. നല്ലപോലെ കൈ കൊണ്ടോ നിങ്ങളുടെ കയ്യിൽ സ്ക്യൂസർ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു കസ്റ്റേർഡിലോട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതാവും. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ക്രീമി ആയിട്ട് നമുക്ക് ആ ഒരു കസ്റ്റേർഡ് കിട്ടും കേട്ടോ. അതേ ഇതുപോലെ. ഇനി നമുക്കൊരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വിപ്പിംഗ് ക്രീം എടുക്കുക. നിങ്ങളുടെ പുഡിംഗ് ട്രേൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് സ്റ്റിഫായിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ ഒരു 1/4 കപ്പോളം പൊടിച്ച പഞ്ചസാരയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക, ഐസിങ് ഷുഗർ. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് ചെയ്യുക. നിങ്ങളുടെ ക്രീമിന് മധുരം ഉള്ളതിനനുസരിച്ചിട്ട്. ഇത് ഞാനിപ്പോൾ ഫിയോണൻ്റെ മധുരമുള്ള ക്രീം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മധുരം ഇല്ലാത്തതാണെങ്കിൽ എന്തായാലും കുറച്ചുകൂടി പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ മധുരം ഉണ്ടെങ്കിൽ നമ്മുടെ പുഡിങ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ക്രീം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ അങ്ങനെ സ്റ്റിഫായിട്ടൊന്നും വരണ്ട കേട്ടോ. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അത് ഡിസൈൻ ചെയ്യാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്റ്റിഫായിട്ട് ചെയ്തോ. ഇനി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. 1 ആപ്പിളും പിന്നെ 2 ചെറിയ പൂവമ്പഴം പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അനാറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. സ്ട്രോബെറി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പുളിപ്പ് ടേസ്റ്റ് വരുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്തോ. ഇനി ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജ്യൂസും അതുപോലെ നട്ട്സും അതുപോലെ ഈ ഒരു വാനില സ്പഞ്ച് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. വീട്ടിൽ തന്നെ വേഗം റെഡിയാക്കാൻ പറ്റും. 2-3 മുട്ടനെ കൊണ്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഈ ഒരു വാനില കേക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, ഇനി നമുക്ക് ഇത് ഈ ഒരു ട്രേയിൽ നിരത്തി വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ല ഫില്ലാവുന്ന രീതിയിൽ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസില്ലേ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല മോയ്സ്റ്റായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടും. അല്ലെങ്കിലും നല്ല സോഫ്റ്റാണ്. ഇനി ഇതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കിവി അതുപോലെ സ്ട്രോബെറി, മധുരമുള്ള കുരുവില്ലാത്ത മുന്തിരി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് പിന്നെ കൂടുതൽ ഫ്രൂട്ട്സ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിന് ആവശ്യത്തിന് നട്ട്സും അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ എടുത്ത് വെച്ച ബാക്കിയുള്ള ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തായാലും ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റിൻ്റെ അടുത്ത് ഒരു ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ കാണും. അതിലെന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റേർഡ് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ടാകും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിനേക്കാളും കട്ടിയായിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കേക്കും ആ ഒരു ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് മിക്സായി നല്ല തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിയുന്നത് നിങ്ങൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ പിറ്റേന്ന് നല്ലപോലെ ഒന്ന് തണുത്ത് എല്ലാം ഒന്ന് കുതിർന്ന് എന്താ പറയുക ഈ ഒരു കേക്കിലൊക്കെ പിടിച്ച് ആ ഒരു ഫ്രൂട്ട്സിലൊക്കെ ആ ഒരു
ടേസ്റ്റൊക്കെ വന്നു കഴിയുമ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ ആ ഒരു കസ്റ്റേർഡ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല ആ ജെല്ലിയിൽ, സത്യത്തിൽ ഞാൻ മറന്നുപോയി, ഞാൻ ഫ്രീസറിൽ പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുറച്ചൊന്ന് ഐസാവാൻ വേണ്ടി പോകുന്നുണ്ട്, എന്തോ ഭാഗ്യത്തിന് ഇപ്പം വേഗം ഓർമ്മ വന്നത്. അപ്പോൾ ജെല്ലിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല, ഐസായിട്ടില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് മെൽട്ടായിട്ട് നല്ല ജെല്ലിൻ്റെ ആ ഒരു ഫോമിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ജെല്ലിയൊക്കെ അതും സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്കില്ലേ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ ഈ ഒരു ജെല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ്, അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെയാകുമ്പം അതും പ്രശ്നമില്ല, ഒരു ലെയറും കൂടി ആയിട്ട് അങ്ങനെ വരുമല്ലോ. ഇനി ജെല്ലിയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് പകുതിയോളം ജെല്ലി ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനെടുത്ത പുഡിംഗ് ട്രേ കുറച്ചൊരു ചെറുതായി പോയോ എന്നൊരു ഡൗട്ട്. ചെറുതല്ല, എന്നാലും നമ്മൾ ഈ ഒരു ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ കൂട്ടി ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു വിപ്പിംഗ് ക്രീമും കൂടി ഇതിൻ്റെ മുകളിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ലെവൽ ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ജെല്ലിയൊക്കെ കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് അതൊക്കെ അതിൻ്റെ മുകളിലിട്ടിട്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കൊക്കെ പൊടിച്ചിട്ടിടുക, അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്രിസ്മസിനായാലും ന്യൂ ഇയറിനായാലും നിങ്ങൾ സ്പെഷ്യൽ ഒക്കേഷൻസിൽ എന്തിനായാലും റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.